ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഏഞ്ചൽ വിങ്സ്. നമുക്കിന്ന് ഒരു ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി നോക്കാം. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ബ്രൗണി നമുക്ക് ചെയ്തെടുക്കാം. ഇതിന് ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങുമല്ലേ? ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ബ്രൂ ആണെങ്കിൽ ആ ബ്രൂവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സേവ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ബ്രൗണിയുടെ ഫ്ലോർ മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 40 ഗ്രാം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പം അതിലേക്ക് ഒരു 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട്, ഞാനിവിടെ കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്, 150 ഗ്രാം കോമ്പൗണ്ടും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വെക്കുക. തീ ഒരുപാടങ്ങ് കൂട്ടി വെക്കുകയൊന്നും വേണ്ട, അത് പതിയെ മെൽറ്റ് ആയിക്കോളും. നമ്മൾ ഒരുപാട് കൂട്ടി വെച്ച് ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് മെൽറ്റായിട്ട് വരത്തില്ല, കട്ട പിടിച്ച് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചോക്ലേറ്റിൻ്റെ എല്ലാം ചൂടൊന്ന് ചെറുതായിട്ട് മാറി വരുമ്പോഴത്തേക്കും നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിവിടെ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സായിട്ടൊന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയാണ് പഞ്ചസാര പൊടിച്ച് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിക്സും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഓവർ മിക്സ് ആകുമൊന്നും വേണ്ട, കാരണം നമ്മൾ കേക്കിൻ്റെ പോലെ സോഫ്റ്റായിട്ടുള്ളൊരു ടെക്സ്ചർ അല്ലല്ലോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നമ്മുടെ ആ ഒരു മൈദയുടെ ഒരു മിക്സ് 2 ബാച്ചായിട്ട് ഇതിൻ്റെ അകത്തോട്ടിട്ട് മിക്സ് ചെയ്യുക. ബ്രൗണിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടിന്നിലോട്ട് നമുക്കിത് മാറ്റാം. ഞാനിവിടെ നോർമലായിട്ടുള്ളൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ സ്ക്വയർ ഷേപ്പിലുള്ള ടിന്നുണ്ടെങ്കിൽ അതിൽ ഈ ബ്രൗണി ചെയ്തെടുത്താൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഓക്കെ, ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് ചോക്ലേറ്റും കൂടെ കട്ട് ചെയ്തിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടായിയിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്ത് നമ്മുടെ സൂപ്പറായിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓവനിൽ ചെയ്തെടുക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം.